നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, പുതിയ മന്ത്രിസഭ വന്നതും UDF മന്ത്രിസഭ വന്നതും ഖജനാവിൽ പണമില്ലെന്ന് പറയുന്നതും പല വിധത്തിലുള്ള ധവളപത്രങ്ങൾ ഇറക്കുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ്റെ മന്ത്രിസഭ ഒരു ധവളപത്രം പുറത്തിറക്കിയത്. അത് എന്തൊക്കെയാണ്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ നമുക്കൊന്നും തീർച്ചയായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജനവിരുദ്ധ ധവളപത്രം തീർച്ചയായും ബഹിഷ്കരിക്കണം എന്ന് പൊതുവെ ഒരു ആഹ്വാനം ഉണ്ട്. അത് നമ്മളൊന്ന് പരിശോധിച്ചാൽ VD സതീശൻ കേരളത്തോട് മാപ്പ് പറയണം. താൻ തന്നെ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ സ്വന്തം പ്രസ്താവനകൾ തുറന്നു കാട്ടിയ കേരള മുഖ്യമന്ത്രി VD സതീശനോട് നന്ദി അറിയിക്കുന്നു. അതായത് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയായിരുന്നു എന്ന പ്രസ്താവന കഴിഞ്ഞ ഒരു വർഷത്തോളമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ ചുമതലയിലിരിക്കുമ്പോൾ അപ്പോൾ പോലും 4.8 ലക്ഷം കോടി രൂപയുടെ മാത്രം കടമേ കേരളത്തിനുണ്ടാകൂ എന്നാണ് കണക്ക് സഹിതം പറഞ്ഞിട്ടും അദ്ദേഹം ആ പ്രചരണത്തിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്ര പ്രകാരം കേരളത്തിന്റെ ഇന്നേ ദിവസം വരെയുള്ള ആകെ കടം 5.7 ലക്ഷം കോടി രൂപയാണ്. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ കണക്കുകൾ കൂടി ചേർത്തിട്ടാണിത്. ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ 1 ലക്ഷം കോടി രൂപ നൽകാനുണ്ടെന്നും ആകെ 1.25 ലക്ഷം രൂപയുടെ അടിയന്തര ബാധ്യത സർക്കാരിനുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അവതരിപ്പിച്ച ധവളപത്ര പ്രകാരം പല കണക്കുകളും വീർപ്പിച്ചിട്ട് കാണിച്ചിട്ടും സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ ആകെ നൽകാനുള്ള കുടിശ്ശിക 48,000 കോടി രൂപ മാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. ധവളപത്രത്തിലൂടെ കണക്കുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം നടത്തിയ തെറ്റിദ്ധാരണാപരമായ പ്രചാരണങ്ങൾക്ക് VD സതീശൻ കേരളത്തോട് മാപ്പ് പറയണം എന്ന് ഒരു പൊതു വികാരമുണ്ടായത്. ധവളപത്രം ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മുന്നൊരുക്കം എന്ന് നമ്മുടെ FSEDO പറയുകയുണ്ടായി. ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള മുന്നൊരുക്കമാണ് ധവളപത്രമെന്ന് SFED കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് യാഥാർത്ഥ്യവും വസ്തുതാപരവുമായ കാര്യങ്ങളാണ് ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. അർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിച്ച് കേരളത്തെ ശ്വാസം മുട്ടിച്ച കേന്ദ്ര സർക്കാർ നടപടികളെ പരാമർശിക്കുന്നതായും സംസ്ഥാനം കഴിഞ്ഞ 10 വർഷമായി വിവിധ രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളെയൊക്കെ തിരസ്കരിക്കുന്നതുമാണ് ധവളപത്രം. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹികക്ഷേമം, വൈദ്യുതി, പൊതുഗതാഗതം, ശുദ്ധജല വിതരണം തുടങ്ങിയ പൊതു സേവനത്തിനുള്ള സ്വകാര്യവൽക്കരണത്തിന് നിർദ്ദേശിക്കുന്ന ധവളപത്രം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിസ്മയകരമായ നേട്ടങ്ങൾ സാധ്യമാക്കിയ കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്ന ദുരാരോപണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന വരുമാനത്തിന്റെ സിംഹഭാഗവും ശമ്പളവും പെൻഷനും നൽകാൻ വിനിയോഗിക്കുന്നുവെന്നും അതിനാൽ ചെലവിന് വിഭവ ദൗർബല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദം മുന്നോട്ട് വയ്ക്കുന്ന ധവളപത്ര സിവിൽ സർവീസിന്റെ ശിഥിലീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അധ്യാപകരും വിദ്യാലയങ്ങളും അധികമാണെന്നും വിദ്യാർത്ഥികൾ കുറവാണെന്നും പരാമർശിക്കുന്നത് പൊതു വിദ്യാലയങ്ങൾ ദായകരമാണെന്ന് ചൂണ്ടിക്കാട്ടി അടച്ചുപൂട്ടാനുള്ള നടപടിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. 5 വർഷത്തിലൊരിക്കൽ നടന്നു വരുന്ന ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അതും സിവിൽ സർവീസിനെ അനാകർഷകമായി ഇല്ലായ്മ ചെയ്യാനാണ് എന്നാണ് തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. മാനവ വികസന സൂചകങ്ങളിൽ ലോക നിലവാരത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തിയ ജനപക്ഷ ബദൽ നയങ്ങളെ തകർത്ത് സർവ്വ മേഖലകളെയും കമ്പോളത്തിന് തീരെഴുതുന്ന നിലവാരത്തിൽ
നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ധവളപത്രത്തിലെ നിർദ്ദേശങ്ങൾ കളയണമെന്നും സിവിൽ സർവീസിനെ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ നാളെ FSEDO നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് TK ഷാഫിയും ജനറൽ സെക്രട്ടറി MV ശശിധരനും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കോലാഹലങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നത് വളരെ പരിതാപകരമാണ്. ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെയാണ് VD സതീശൻ സർക്കാരിനെ സ്വീകരിച്ചത്. VD സതീശൻ സർക്കാരും VD സതീശനും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നടത്തും എന്നുള്ള പ്രത്യാശയെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ തകിടം മറിക്കുന്ന തരത്തിലാണോ ഈ ധവളപത്രം ഇറക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം ശമ്പള പരിഷ്കരണം ഏർപ്പെടുത്തിയാൽ അപ്പോൾ ജനങ്ങളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇനി വില വർധന ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അവശ്യ സാധനങ്ങളുടെ വില വർധന, അതായത് ഇപ്പോൾ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധന എന്ന് പറയുന്നത് മനുഷ്യർക്ക് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വില വർധനവും തടയാനുള്ള മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതെ നിലവിലുള്ള ശമ്പള വർധനവ് 10 വർഷത്തിലാക്കും എന്നുള്ള ആ ഒരു തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലേ? തീർച്ചയായും ഉണ്ട്. സർക്കാർ ജീവനക്കാരും ഇതിനോട് സഹകരിക്കുകയുമില്ല എന്നുള്ളതാണ് വെളിപ്പെടുത്തലുകൾ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കാനുള്ള സംവിധാനമാണോ ധവളപത്രത്തിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ഈ നിലപാട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ സർക്കാർ രൂപീകരിക്കുന്നത് പൊതുജനങ്ങളെ സേവിക്കാനാണ്, അല്ലാതെ പൊതുജനങ്ങൾക്ക് മുകളിൽ സർക്കാരിന്റെ നഷ്ടം അടിച്ചേൽപ്പിക്കാനില്ല. ഖജനാവ് ഒരു വലിയ ഒരു സംഖ്യ ചേർത്ത് വെക്കാൻ വേണ്ടി മാത്രമല്ല ഖജനാവ് ഉപയോഗിക്കുന്നത്. ഖജനാവിൽ വരുന്ന പണം ജനസേവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും വീണ്ടും അതിലേക്ക് നിറയ്ക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ശരിയായ രീതിയിൽ ധനവിനിയോഗം ഉപയോഗിക്കുന്നത്. അതായത് ഖജനാവിൽ ശേഖരിച്ചു വെച്ചിട്ട് എന്താണ് പ്രയോജനം? കഴിഞ്ഞ സർക്കാർ ഇറങ്ങി പോകുമ്പോഴും ഖജനാവ് കാലി അല്ലായിരുന്നു എന്ന് കഴിഞ്ഞ സർക്കാർ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ സത്യം നമുക്ക് ധവളപത്രത്തിലൂടെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് VD സതീശൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കിഫ്ബിയിൽ ആശ്രിത നിയമനം വളരെ വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. കിഫ്ബി പൊളിച്ചെഴുതേണ്ടതാണ്. കിഫ്ബി എന്ന് പറയുന്നത് പല തരത്തിലുള്ള അഴിമതികളും നടത്തുന്ന ഒരു വകുപ്പാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ധവളപത്രത്തിലൂടെ, VD സതീശന്റെ വെളിപ്പെടുത്തലിലൂടെ. എന്തായാലും അതൊക്കെ അവസാനിപ്പിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു ഭരണം UDF സർക്കാർ കാഴ്ചവെക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മുടെ പൊതുജനങ്ങൾ വോട്ട് ചെയ്തതും ജയിപ്പിച്ചതും. അല്ലാതെ ഒരു ഭരണവിരുദ്ധ വികാരമല്ലായിരുന്നു, ഒരു നേതൃമാറ്റ വികാരം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റ വികാരമായിരുന്നു ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് വോട്ട് തന്ന UDF സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു സംവിധാനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു ഭരണം നടത്തും, മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമസ്കാരം.